ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ നമുക്ക് വിജയിക്കണം, നമുക്ക് ജീവിതം മാറ്റിയെടുക്കണം, വിജയിക്കാം, നന്നാവാം. ഈ ഒരു പ്രയത്നം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും, വലിയ പരിവർത്തനങ്ങളുണ്ടാക്കും. നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെക്കുറിച്ച് എത്ര ഇമ്പോസിബിൾ എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് പോസിബിൾ ആകുന്നത് കാണാൻ സാധിക്കും. എനിക്ക് എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റുമോ? കാണാൻ മാറുന്നത്. എനിക്ക് എൻ്റെ വ്യക്തിത്വം മാറ്റാൻ പറ്റുമോ? മാറുന്നത് കാണാൻ പറ്റും. അത്ര ഒരു ഗാംഭീര്യത, മഹത്വം ഈ ഭഗവത്ഗീതയ്ക്കുണ്ട്. ഇപ്പം നിങ്ങളൊരു വേർപെട്ട, അതായത് ഒരു വ്യത്യസ്തനായ ഒരു കഥാപാത്രമായി മാറും. അതായത് നേരത്തെ നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന നിങ്ങളുടെ സകല ജഡ്ജ്മെൻറ്റുകളും, നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഇൻറ്റേർണൽ അസസ്മെൻ്റ് ഉണ്ട്, ഞാൻ പോരാ പലതിനും എന്നുള്ളത്, നിങ്ങൾക്ക് തന്നെ നിങ്ങളിലുള്ള കുറവുകളെക്കുറിച്ചുള്ള അറിവ്, അതൊക്കെ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ വെറും പൊട്ടത്തരങ്ങളായിരുന്നു, ഇതെല്ലാം നിങ്ങളുണ്ടാക്കിയ വെറും ഫാൾസ് ഇമാജിനേഷൻസ്, വെറും സ്റ്റുപ്പിഡിറ്റി, നമ്മുടെ പൊട്ടത്തരങ്ങൾ, മണ്ടത്തരങ്ങൾ. അപ്പോൾ ഈ മണ്ടത്തരങ്ങളെയാണ് നമ്മൾ മറികടക്കുന്നത്. അതിനൊരു വലിയൊരു ഐസ് ബ്രേക്ക് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ലിറ്റിൽ ടൈം, പക്ഷേ നമുക്ക് സാധ്യമാണ്. അപ്പം അതിന് നമ്മൾ ആശയം ക്ലിയർ ആക്കണം. ആദ്യം ഇതിനൊക്കെയുള്ള ശക്തി എവിടെയുണ്ട്? എല്ലാവരെയും നിലനിർത്തുന്ന ഒരേ ബോധശക്തി. ആ ബോധശക്തി അനന്തമാണ്. എനർജി ഇൻഫിനിറ്റ് ആണെന്ന് സയൻസ് പറയുന്നു. അതേപോലെ തന്നെ അനന്തമായ ഊർജം, നിങ്ങൾ നാരായണിയൊക്കെ നോക്കൂ, ആദ്യം തുടങ്ങും സാന്ദ്രാനന്ദാവബോധം. അത്രയും ശക്തിയുള്ള അവബോധമാണത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ശക്തി. പക്ഷേ ഇറ്റ്സ് സോ അൺഫോർച്ചുനേറ്റ്, നമ്മുടെ ഉള്ളിൽ അത്ര പവറുണ്ടെങ്കിലും ഇത് എടുക്കാനുള്ള എക്യുപ്മെൻറ്റ് വളരെ വീക്ക്. ഇപ്പം നമുക്ക് വീടുകളിലൊക്കെ 3 ഫേസ് പവർ നിങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങളൊരു 1.5-ൻ്റെയൊക്കെ വയറുകൾ ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങളൊരു മിക്സി ഇട്ടു അല്ലെങ്കിൽ ഗ്രൈൻഡർ ഇട്ടാൽ ഇടയ്ക്കിടയ്ക്ക് വയറ് കത്തുന്നത് കാണാം. കാരണം അത്രയും പവറിനെ താങ്ങാനുള്ള കഴിവ് ഈ വയറുകൾക്കില്ല. നിങ്ങൾ കേട്ട് കാണാം, അതിന് 4 കോറിൻ്റെ വയറ്, അങ്ങനെ നല്ല കട്ടിയുള്ള കമ്പിയുള്ള വയറുകളൊക്കെ ഇടുമ്പോഴാണ് ഇത്തരം എക്യുപ്മെൻറ്റ്സിന് വേണ്ടുന്ന വൈദ്യുതി കൊടുക്കാൻ ആ വയറുകൾക്ക് സാധിക്കുക. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ AC ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വയറിംഗ് എല്ലാം സെപ്പറേറ്റ് ആണ്. കാരണം അതിന് കുറച്ചുകൂടി ലോഡ് താങ്ങാൻ പറ്റുന്ന വയറിംഗ് വേണം. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ അനന്തശക്തിയുള്ള ബോധമുണ്ട്, പക്ഷേ വയറിംഗ് മോശമായിപ്പോയി. വളരെ മോശം ചിന്തകളെ വെച്ചിട്ടാണ് നമ്മൾ വയർ ചെയ്തിരിക്കുന്നത്. ഇനി ആ വയറിംഗ് ഒക്കെ നമ്മളൊന്ന് മാറ്റി നമ്മളൊന്ന് റീബിൽറ്റപ്പ് ചെയ്യാൻ, നമ്മുടെ സിസ്റ്റം ഒന്ന് റീസെറ്റ് ചെയ്യാണ്. നിങ്ങളുടെയൊക്കെ മൊബൈലിൽ റീസെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യപ്പെടും. ഇതുപോലെ മൈൻഡിനെ ഒന്ന് റീസെറ്റ് ചെയ്യണം. ആ അനന്ത ഊർജത്തെ എടുക്കാൻ പറ്റുന്ന, അതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് നമ്മൾ റെഡിയാക്കുക. അപ്പം നോക്കൂ, നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് അളക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള ശക്തി. നിങ്ങൾ ഒരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന പോലെയാണ്. ഒരു മതിലിനകത്ത് നിങ്ങൾ നോക്കുക, എല്ലാ ദുർഗന്ധ വസ്തുക്കളും കൊണ്ടുപോയിട്ടിരിക്കുന്നു. മുനിസിപ്പാലിറ്റിക്കാരുടെ ചപ്പ് ചവറ് കൊണ്ടുപോയിടുന്ന ഡംപിങ് സ്റ്റേഷൻ, അവിടുത്തെ ഒരു ദുർഗന്ധം എന്ന് ആലോചിച്ച് നോക്കൂ. അതിനപ്പുറത്ത്, ആ മതിലിനപ്പുറത്ത് അതിസുന്ദരമായ റെയറസ്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സുള്ള, നല്ല പനിനീർ റോസാപ്പൂക്കൾ, അത്ര സുന്ദരമായൊരു ഗാർഡൻ. അവിടെ നിന്നാൽ നമുക്ക് സമയം പോകുന്ന അറിയില്ല. കാരണം മുല്ലപ്പൂവിൻ്റെ വാസന, ലില്ലിപ്പൂവിൻ്റെ വാസന, പിച്ചകത്തിൻ്റെ വാസന, ചമ്പകത്തിൻ്റെ വാസന തുടങ്ങി ഉഗ്രൻ ഒരു എൻവയറമെൻ്റ്, ഒരു അരോമ, അന്തരീക്ഷം തന്നെ ഒരു രസമാണ്. ഈ ഇപ്പുറത്തുള്ള ദുർഗന്ധമൊന്നും അങ്ങോട്ട് കടക്കുന്നില്ല, കാരണം അത്ര തീവ്രമാണ് സുഗന്ധത്തിൻ്റെ ശക്തി. ചില ആളുകളുണ്ടല്ലോ, ഈ പെർഫ്യൂമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവർ ശരീരത്തിൻ്റെ ദുർഗന്ധം പുറത്തേക്ക് വരില്ല, കാരണം ആ പെർഫ്യൂമിൻ്റെ ശക്തി അത്ര തീവ്രമായൊരു ശരീരത്തിൽ നിൽക്കും. ഇതുപോലെ ഈ ദുർഗന്ധം ഒന്നും ഇപ്പുറത്തേക്ക് കടക്കാത്ത വിധത്തിൽ ഇതുപോലെയാണ് നമ്മളിലെ ബോധവും മനസ്സും. ബോധം എന്ന് പറയുന്നത് സുന്ദരമായൊരു ഉദ്യാനം, എന്നാൽ മനസ്സെന്ന് പറയുന്നത് ഒരു കച്ചറ സ്റ്റേഷനാണ്. ആകെ പ്രശ്നങ്ങളാണ്, എല്ലാ വൃത്തികേടും കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ക്രമേണ
ആ റോസാപ്പൂക്കളെയൊക്കെ നമ്മൾ ആ മുല്ലപ്പൂക്കളെയും പിച്ചകത്തെയും ചെമ്പകത്തെയും ഈ ദുർഗന്ധ സ്ഥലത്തേക്കൊന്ന് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ക്രമേണ അവിടെയും പൂക്കളുടെ ഒരു ഗാർഡനായി കഴിഞ്ഞാൽ ദുർഗന്ധത്തിൻ്റെ ശക്തി മുഴുവൻ ഇല്ലാതാക്കാൻ പറ്റും. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പറയും, ഇത്ര സുന്ദരമായൊരു ഒരു ഒരു ഗാർഡനോ, ഇതൊരു കാലത്ത് ഡംപിങ് സ്റ്റേഷനായിരുന്നു. ഞാനിത് പറയുന്നത് വെറുതെ അല്ല, നിങ്ങൾക്ക് ഡൽഹിയിൽ ഈ കാഴ്ച കാണാൻ പറ്റും. ഒരു കാലത്ത് ഞാൻ ഡൽഹിയിൽ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ മയൂർ വിഹാർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തൊരു ഡംപിങ് സ്റ്റേഷനുണ്ട്. ഇന്നിപ്പോൾ അവരൊരു ഉഗ്രൻ ഗാർഡൻ ആക്കിക്കൊണ്ടിരിക്കുകയാണത്. ആ ഡംപ് ചെയ്തതിൻ്റെയൊക്കെ മുകളിൽ നല്ല മണ്ണ് കൊണ്ടുപോയിട്ടൊരു ഉഗ്രൻ ഗാർഡൻ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അതൊരു വലിയ കുഴിയായിരുന്നു. ആ കുഴിയാണ് അവർ തൂർത്തെടുത്തിട്ട് ഈ ചപ്പ് ചവറുകൾ നിറച്ച് ആ ഗാർഡൻ ഉണ്ടാക്കുന്നത്. എന്നാലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്തൊരു സുന്ദരമായ വ്യക്തിയാണ്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ അടുക്കിലെ മൂക്ക് പൊത്തിപ്പോണതിൽ. ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ. ഇപ്പം നമ്മുടെ മനസ്സിനെ കാണുമ്പോൾ നമുക്ക് തന്നെ മൂക്ക് പൊത്താൻ തോന്നും. കാരണം അത്ര കുനുട്ട്, അസൂയ, വിദ്വേഷം, ആളുകളോടുള്ള എന്താ പറയുക, എല്ലാ തരത്തിലുള്ള വേണ്ടാധീനങ്ങളുണ്ട്. സ്വാർത്ഥത, മത്സരം, പോര്. എന്നാൽ അതേ സ്ഥലത്ത് നമ്മൾ ഗീത പറയുന്ന പ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറായാൽ നല്ലൊരു ഉദ്യാനം നമുക്കുണ്ടാകാം. ഒരു ബോധശക്തിയുടെ ഉദ്യാനം. ഇതാണ് നമ്മൾ വാർത്തെടുക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഉദ്യാനം നമ്മുടെ മനസ്സിൽ വാർത്തെടുക്കാൻ നമുക്ക് ഗീതയിലേക്ക് കടന്നു നോക്കാം. എങ്ങനെയൊക്കെയാണ് സാധിക്കുകയെന്ന്. നമ്മൾ നിൽക്കുന്ന 19ാമത്തെ ശ്ലോകത്തിലാണ്. അവിടെ കൃഷ്ണൻ പറയുന്നു, യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം ഉപൂത്തോ ന വിജാനീത നായം ഹന്തിന ഹന്യതേ. കൃഷ്ണൻ ഇവിടെ പറയണത്, ഹേ അർജുന, ചുരുക്കി പറഞ്ഞാൽ ആത്മാവിനെ കൊല്ലാനോ അതിന് കൊല്ലപ്പെടാനോ സാധ്യമല്ല. ഏനം വേത്തി ഹന്താരം, ആരിതിനെ കൊല്ലപ്പെടുന്നതായിട്ട് അറിയുന്നു, ഞാൻ മരിക്കുന്നു എന്നൊക്കെ പറയുന്നു, അവൻ ഇതിനെ അറിയുന്നില്ല. കാരണം ഏനം ഹതം, ഇതിനെ എപ്രകാരം കൊല്ലാൻ പറ്റും? ഇതൊരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ ഒരുത്തൻ പറയും ഞാൻ കൊല്ലുന്നു എന്ന്, ഒരുത്തൻ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നു, ഒരുത്തൻ കൊല്ലുന്നു എന്ന് പറയുന്നു. കൊല്ലുന്നു എന്ന് പറയുന്നവന് ഒരുത്തനെ കൊല്ലാനും സാധ്യമല്ല, കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നവന് കൊല്ലപ്പെടാനും സാധ്യമല്ല. കാരണം ആർക്കും ആരെയും നശിപ്പിക്കാൻ പാടില്ല എന്നല്ല, പറ്റില്ല. കാരണം അതാണ് ആ സത്യം, ഊർജം. ഇത് അറിയാത്തവൻ തോ ഉപോ ന വിജാനീത്, ഇതറിയാത്തവനാണ് അവൻ ഞാൻ കൊല്ലുന്നു എന്നൊക്കെ പറയുന്നു. വാസ്തവത്തിൽ ന ഹന്തി ന ഹന്യതേ, അതിനെ കൊല്ലപ്പെടാനും സാധ്യമല്ല, അതിനെ ആരെയും കൊല്ലാനും സാധ്യമല്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അർജുനൻ യുദ്ധക്കളത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരം ഭാഷകൾ കൃഷ്ണൻ പറയുന്നത്. നമ്മുടെ തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്കും നമ്മുടെ മനസ്സിലേക്ക് എൻട്രി ഇല്ല. കാരണം മനസ്സിൻ്റെ എൻട്രി മുഴുവൻ നമ്മുടെ ബോധത്തിൽ അധിഷ്ഠിതമാണ്. ബോധത്തിലാണ് ഈ മനസ്സിൻ്റെ മുഴുവൻ കൺട്രോൾ സിസ്റ്റവും. ആ കൺട്രോൾ സിസ്റ്റം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ സ്വന്തം ഒബ്സർവേഷനിലാണ്, നിരീക്ഷണത്തിലാണ്. വേറൊരാൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഒരിക്കലും സ്വാധീനിക്കാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ മുകളിലുള്ള ആ ബോധശക്തിയുടെ നിയന്ത്രണം, അല്ലെങ്കിൽ ആ ഒബ്സർവേഷൻ, ആ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മനസ്സിനെ മറ്റുള്ളവർക്ക് സ്വാധീനിക്കാൻ പറ്റും. ഒരു വാഹനം ഓടിക്കുന്ന പോലെയാണ്. ആ വാഹനത്തിൻ്റെ കൺട്രോൾ മുഴുവൻ ഓടിക്കുന്ന ഡ്രൈവറുടെ കയ്യിലാണ്. വാഹനം അല്ല വാഹനത്തെ കൺട്രോൾ ചെയ്യുന്നത്, ആ വാഹനം ഓടിക്കുന്ന ആളാണ്. ആ ഓടിക്കുന്ന ആളുടെ കൺട്രോളിൽ നിൽക്കുന്നിടത്തോളം കാലം അവർക്കും പ്രശ്നമില്ല, നാട്ടുകാർക്കും പ്രശ്നമില്ല. എന്നാൽ ആ ഓടിക്കുന്ന ആളുടെ കൺട്രോൾ വിട്ടാൽ, ശ്രദ്ധ വിട്ടാൽ, പിന്നെ എവിടെയാണ് കൊണ്ടിടിക്കുക, ആർക്കൊക്കെയാണ് ദുരിതമുണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ആത്മനാശം വരെ എത്തും. ഇതുപോലെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ ലാപ്സാക്കി കഴിഞ്ഞാൽ, നിങ്ങളത് ഇഗ്നോർ ചെയ്താൽ, നിങ്ങളത് ഒഴിവാക്കി കഴിഞ്ഞാൽ, നിങ്ങളെ പലരുടെയും സ്വഭാവം സ്വാധീനിക്കും. അപ്പം നിങ്ങൾ പറയും, കൂട്ടുകെട്ട് ശരിയല്ല, അവർ കാരണമാണ് ഞാൻ ദുഃഖിക്കുന്നത്, ഇവർ കാരണമാണ് ദുഃഖിക്കുന്നത്, എൻ്റെ ഭാര്യ കാരണമാണ് ഞാൻ ഇങ്ങനെ ഇത്, അല്ലെങ്കിൽ ഭർത്താവ് കാരണമാണ് ഇങ്ങനെ. ഹൗ കം? കാരണം അവരൊക്കെ എങ്ങനെ സ്വാധീനിച്ചു, നിങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെ അവർക്ക് എൻട്രി കിട്ടി, അവരുടെ വാക്കും പ്രവൃത്തിയും നിങ്ങളെങ്ങനെ ഡിസ്റ്റർബ് ചെയ്തു? കാരണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആ ലോ എനർജിയിൽ വെച്ചു. ആ ലോ എനർജിയിൽ വെച്ചപ്പോൾ ലോ മൈൻഡിന് നിങ്ങളെ വളരെ സ്വാധീനിക്കാൻ പറ്റി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കണമെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഒരു ലോ എനർജിയിൽ നിന്ന് ഉയർത്തിയാലേ
നമുക്ക് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് മൈൻഡിനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ ലോ എനർജി നമുക്ക് തരുമ്പോൾ, അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ തരുമ്പോൾ, നമ്മുടെ മൈൻഡ് ഒരു ഹയർ എനർജിയിലാണ്, ഒരു പോസിറ്റീവ് പവറിലാണെങ്കിൽ അവരുടേത് നമ്മുടെ താഴെ കൂടെ പോകും, അണ്ടർഗ്രൗണ്ട്. നേരെ മറിച്ച് നമ്മളും അവരെ പോലെ ലോവർ ആണെങ്കിൽ ഈ രണ്ട് നെഗറ്റീവും കൂടെ ചേർന്ന് അട്രാക്ഷൻ വന്ന് അവിടെ അത് അങ്ങോട്ട് ഒരു കൊലാപ്സായി അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റായി പിന്നെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ വിഷമങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഏറ്റുമുട്ടലുണ്ടായി, അവൻ അങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ എങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞു, ഇവൾ അങ്ങനെ പറഞ്ഞു. ഈ തരത്തിലുള്ളൊരു ആക്സിഡൻ്റ് അവിടെ നടന്നു. കാരണം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ വേദന അല്ലെങ്കിൽ നമ്മളെ തട്ടിയ ആ ഒരു തട്ടലിൻ്റെ ശക്തി. ആക്സിഡൻ്റ് പോലെ തന്നെയാണ് ഇവിടെ. ഈഗോ ഒരു ഈഗോയ്ക്ക് ഒരു തട്ട് കിട്ടി. ആ തട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മളങ്ങനെ ഇഞ്ചേർഡായി. അതാണ് നമ്മളിങ്ങനെ കരയുന്നത്. ഇഞ്ചേർഡായിട്ടുള്ളവരാണല്ലോ കരയുക. അപ്പോൾ നമ്മൾ കരയുന്നതോടെ എന്നെ എങ്ങനെ വേദനിപ്പിച്ചു, എന്നെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നഷ്ടം വന്നു. നേരെ മറിച്ച് നിങ്ങളുടെ ആ മൈൻഡ് എനർജി കുറച്ചൊരു ഹയർ ലെവലിലാണെങ്കിൽ ആ ലോ ലെവലിലെ എനർജിക്ക് നിങ്ങളെ ഒരിക്കലും തകർക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലായാൽ മാത്രമേ, നമ്മുടെ മൈൻഡിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്താൽ മാത്രമേ, ഡൈവേർട്ട് ചെയ്താൽ മാത്രമേ, അതിനെ അപ്ലിഫ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹന്യതേ ന ഹന്യമാനേ എന്നൊക്കെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അല്ലാതെ നിങ്ങൾക്കിതിൻ്റെ ശ്ലോകാർത്ഥം പിടികിട്ടും. ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ ബോധശക്തി ഉപയോഗിച്ച് മനസ്സിനെ ഞാൻ ഉയർത്തുമ്പോൾ ആർക്കും ആരെയും തകർക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കൂ, ഭാരതീയ സംസ്കൃതി ഇത് പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് എന്ന് നിങ്ങൾക്കറിയാലോ. പണ്ട് സ്വാതന്ത്ര്യ സമരഭൂമിയിൽ ഗീതയായിരുന്നു നമ്മുടെ പോരാളികൾ പഠിച്ചത്. ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് തൂക്ക് കയറിൻ്റെ മുന്നിൽ വന്ദേ മാതരം വന്ദേ മാതരം. അവരെ ഒരു തൂക്ക് കയറും തകർത്തില്ല. ബ്രിട്ടീഷുകാരൻ്റെ തോക്ക് അവരെ തകർത്തില്ല. അവർക്ക് വേണമെങ്കിൽ തകർന്ന് തരിപ്പണായിട്ട്, അയ്യോ ഞാൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി മരിക്കുകയാണല്ലോ, എൻ്റെ ജീവിതം പോയി, എനിക്ക് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു, എനിക്കുള്ള മോഹം നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബം എന്നൊക്കെ കരയായിരുന്നു. കരഞ്ഞില്ല. വന്ദേ മാതരം വന്ദേ അങ്ങനെ ആവേശത്തിൽ പറയാണ്. അപ്പോഴും ആ ഊർജം, മരണത്തിൻ്റെ ആ ഒരു തൂക്ക് കയറിന് മുമ്പിലും ഭഗത് സിംഗിൻ്റെ കഥ കേട്ടിട്ടില്ലേ? എത്രയോ ധീരവീര ശൂര പരാക്രമികൾ. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി വെടിയുണ്ടങ്ങനെ കിട്ട് അടിക്കുകയാണ്. നാഥറാം ഗോഡ്സെ അപ്പോഴും രാം 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 രാം, അല്ലാതെ അയ്യോ ഞാൻ ചത്തു, എന്നെ കൊല്ലുന്നു അയ്യോ എന്ന് പറഞ്ഞില്ല. ആ കരുത്ത് എവിടെ നിന്ന് കിട്ടുന്നു അവർക്ക്? ആ മൈൻഡ് എവിടെ നിന്ന് കിട്ടണം? അപ്പോൾ അവരുടെ മൈൻഡിൽ അങ്ങനെയുള്ളൊരു എനർജി അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടല്ലേ, അതല്ലേ അവരെ തളർത്താതിരുന്നത്. അവരെ ശരിക്കും കൊല്ലാൻ പറ്റിയോ? അവരുടെ ബോഡിയല്ലേ ചിതറിയിട്ടുള്ളൂ, അവരുടെ മൈൻഡ് ചിതറിയിട്ടുണ്ടോ? കാരണം നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ കഥകൾ, നടന്ന സംഭവങ്ങളൊക്കെ. ചിതറിയിരുന്നെങ്കിൽ അവരൊന്നും തളർന്നു പോയിരുന്നു. അപ്പോൾ എന്തേ അവർ ചിതറിപ്പോവാതിരുന്നത്? അവരുടെ മൈൻഡ് മീൻസ് അവരെന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡാണ്. മനസ്സുണരുമ്പോഴേ അവരുള്ളൂ, മനസ്സില്ലെങ്കിൽ അവരില്ല. നമ്മളിപ്പോൾ ഈ അവരെന്ന് പറഞ്ഞാൽ ബോഡിയെ പറയുന്നതിന് കാരണം എന്താ? അവരുടെ ബോഡിക്ക് എന്താ, അവർക്ക് ക്യാൻസർ വന്നു? അവർക്ക് ക്യാൻസർ ഇല്ല. നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഇത് പഠിക്കണം. കാരണം ഇതൊരു പഠിക്കാത്ത, ഇതുവരെ മനസ്സിലാക്കാത്തൊരു വിഷയമാണ്, അതിസൂക്ഷ്മമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണല്ലോ നിങ്ങൾ ഭൂരിപക്ഷം. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് കേബിളിലൂടെ ഇന്നത്തെ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജിയിൽ ശരി സാധാരണ പഴയ കമ്പി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു കേബിളിലൂടെ, അതിലുള്ള കമ്പിയിലൂടെ അല്ലെങ്കിൽ ആ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഡാറ്റ വരുന്നു. ഇലക്ട്രിക് മാഗ്നറ്റിക് വേവ്സ് പിക്ചറുകളായിട്ടും സൗണ്ടുകളായിട്ടും വരുന്നു. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുക. ആ കമ്പ്യൂട്ടറിലൂടെ നമുക്ക് കാണാൻ പലതും. നമ്മൾ എന്തൊക്കെയാണോ ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഇതൊക്കെ സൈറ്റാണ് നമ്മൾ ഓപ്പൺ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ ഡാറ്റയും കമ്പ്യൂട്ടറും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. എന്താണ് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാറ്റ, ഇതിലൂടെ വരുന്ന ഡാറ്റകളെ ഇത് പ്രകടിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും അതിൻ്റെ അകത്തുണ്ട്. അതിനുള്ളൊരു എക്യുപ്മെൻറ്റ് മാത്രമാണ് കമ്പ്യൂട്ടർ. ആ സമ്മതമാണല്ലോ. കാരണം നമ്മളൊരു വാളെടുത്തിട്ട് ആ കമ്പ്യൂട്ടറിൻ്റെ ആ കണക്ഷൻ ചെയ്യുന്ന ഭാഗത്ത് ഒരൊറ്റ വെട്ടിയിരിക്കുക, കമ്പ്യൂട്ടർ മാറി. അപ്പോഴും ഡാറ്റ കേബിൾ അവിടെ കിടക്കുകയാണ്.
ആ കേബിളുടെ വീണ്ടും നിങ്ങളൊരു അതിന് ഒരു ഈ കമ്പ്യൂട്ടറിൽ ഘടിപ്പിക്കണമെങ്കിൽ, അതിനെ കണക്ട് ചെയ്യണമെങ്കിൽ അതിനൊരു സാധനം അടിക്കണം, ഒരു പിൻ അടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പിന്നൊക്കെ വീണ്ടും അതിലടിച്ച് നിങ്ങൾ വീണ്ടും ഇതിൻ്റെ എന്താ പറയുക, ഈ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് അടുത്ത കമ്പ്യൂട്ടറിലൂടെ നിങ്ങൾ കാണണം. അപ്പോഴും നിങ്ങൾക്ക് ഡാറ്റ ഡിസ്റ്റർബ്ഡ് ആയിട്ടില്ല. നിങ്ങളൊരു കമ്പ്യൂട്ടർ നശിപ്പിച്ചു, പക്ഷേ നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ ഡാറ്റ. നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ എന്താണോ അടുത്ത കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യാം. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അനന്തശക്തിയുള്ള ബോധ മനസ്സ്, അതാണ് നമ്മളിലെ ഡാറ്റ. ഈ ഡാറ്റ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമാണ് ശരീരം. ഈ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും ഡാറ്റയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ശരീരം നിങ്ങൾ ഇവിടെ തന്നെ നോക്കൂ, അത് നശിച്ചു പോയി. മീൻസ് നശിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതായി എന്നല്ല, മാറ്റം വന്നു, ആ സെല്ലുകളൊക്കെ മാറി. പക്ഷേ കുട്ടിക്കാലത്തുള്ള പല ഓർമ്മകളും ആ ഡാറ്റ ഇപ്പോഴും കിടക്കുന്നില്ലേ? അതിനൊന്നും മാറ്റം വന്നില്ല. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം? അപ്പോൾ അതും മാറിയില്ല. അപ്പോൾ ആ കമ്പ്യൂട്ടർ മാറ്റിയാലും മൊബൈൽ മാറ്റിയാലും, ഇപ്പോൾ മൊബൈലിലാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ മൊബൈൽ മാറ്റിയാലും അടുത്ത മൊബൈലിൽ കണക്ട് ചെയ്താലും കിട്ടും. നിങ്ങൾ വൈഫൈ കണക്ട് ചെയ്താലും കിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന ഡാറ്റ. മൊബൈൽ എത്ര പ്രാവശ്യം നമ്മളെടുത്ത് വീണ് പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആ നമ്പേഴ്സുകളും നമുക്ക് വേണ്ട ഇൻഫർമേഷനും അത് നശിച്ചിട്ടുണ്ടോ? നമുക്ക് വീണ്ടും അതൊക്കെ റിക്കവർ ചെയ്യാം. അത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ക്ലൗഡ് ടെക്നോളജി എന്നുള്ളത്. ഈ ക്ലൗഡ് ടെക്നോളജിയിലേക്ക് നിങ്ങൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഐക്ലൗഡ്, അതുപോലെ തന്നെ ഈ ഗൂഗിളിനൊക്കെ, നമുക്ക് സാംസങ്ങിനൊക്കെ അവരുടെ ക്ലൗഡുണ്ട്. ആ ക്ലൗഡിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ക്ലൗഡ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ഇൻഫർമേഷനും ക്ലൗഡിലിടാം. അപ്പം നിങ്ങളുടെ എത്ര മൊബൈൽ കേടുവന്നാലും ആ ക്ലൗഡിൽ അത് കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്കൊരു സ്പേസ് അവർ തരും, കമ്പനി. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് വീണ്ടും പുതിയൊരു മൊബൈലിലേക്ക് ഇടാം. നിങ്ങളുടെ ഡാറ്റ ഒന്നും നശിച്ചിട്ടില്ല. ഇത്രയും മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? ഇത് തന്നെ എന്താ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം? മൈൻഡ്, മനസ്സ്. ബോധമാണ് മറ്റതിൽ ഇലക്ട്രിക് പവറാണ് അതിൻ്റെ എനർജി എങ്കിൽ നമ്മളിലെ ബോധമാണ് എനർജി. ആ ബോധത്തിൽ നിന്ന് ഉരുത്തിരുന്ന ചിന്തകളാണ് ഡാറ്റ. ആ ചിന്തകളാണ് പ്രാണൻ എന്ന് പറയുന്ന, പ്രാണൻ ഓർക്കുക, പ്രാണനാകുന്ന ഫൈബറിലൂടെ അല്ലെങ്കിൽ കമ്പിയിലൂടെ കമ്പ്യൂട്ടറിലേക്ക് ഘടിപ്പിക്കുന്നത്. ഇതുപോലെ ഈ ഫൈബർ നമ്മുടെ മനസ്സാകുന്ന ശക്തി, ബോധമനസ്സ് നമ്മളിലെ പ്രാണനിലേക്ക് ചേർന്ന് ആ പ്രാണൻ ശരീരത്തിലേക്ക് പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് കാണുന്നു, കേൾക്കുന്നു, എൻ്റെ കൈകളൊക്കെ കാലുകളൊക്കെ ചലിക്കുന്ന ഈ പ്രാണൻകാരനാണ്. പ്രാണനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ബോധമനസ്സാണ്. അപ്പോൾ ബോധമനസ്സിന് കണക്ഷനുള്ളത് പ്രാണനോടാണ്, പ്രാണന് കണക്ഷനുള്ളത് ശരീരത്തോടാണ്. നേരിട്ട് മനസ്സിന് നമുക്ക് ശരീരവുമായി ഒരു ബന്ധവുമില്ല. അപ്പം ശുദ്ധമായ ബോധം എപ്പോഴും ഓർക്കുക, കറണ്ട്, ഡാറ്റ, ഈ ഡാറ്റകൾ പാസ് ചെയ്യാനുള്ള ഒപ്റ്റിക്കൽ ആ ഫൈബർ, അത് ഘടിപ്പിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒന്നുകൂടി പറയാം. ഇലക്ട്രിക് പവർ ഇല്ലാതെ ഒന്നും നടക്കില്ല. ആ ഇലക്ട്രിക് പവറിൽ നമ്മൾ പല ടെക്നോളജി ഉപയോഗിച്ച് പല എന്താ പറയുക, നമ്മൾ പല ചിപ്പുകളിലൂടെയൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റകൾ. അപ്പോൾ ഈ കറണ്ടാണ് ബോധം എന്ന് മനസ്സിലാക്കുക, ഡാറ്റയാണ് മനസ്സെന്ന് മനസ്സിലാക്കുക. അതിൽ ബുദ്ധിയുണ്ട്, ഈഗോ ഉണ്ട്, പലതുണ്ട്. ഇത് പാസ് ചെയ്യാനുള്ള കേബിൾ വേണമല്ലോ, ഒപ്റ്റിക്കൽ കേബിൾ. അതാണ് പ്രാണൻ. ഈ പ്രാണൻ കണക്ട് ചെയ്തത് കമ്പ്യൂട്ടർ, ശരീരം. ഇത് തന്നെ നമ്മുടെ ശരീരവും. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ നശിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ ഡാറ്റകൾ നശിക്കും? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം ആ ഡാറ്റകൾ, അത് സ്റ്റോർ ചെയ്യപ്പെട്ട ഡാറ്റകൾ, ഞാൻ പറയുമ്പോൾ മുഴുവൻ എക്സാമ്പിളും കറക്റ്റ് ആവണമെന്നില്ല. കാരണം വ്യവഹാരത്തിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റകൾ കമ്പ്യൂട്ടറിൽ മാത്രമേ ഉള്ളെങ്കിൽ അത് പോയിന്ന് വരാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലൗഡ് ടെക്നോളജിയൊക്കെ നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നശിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സാകുന്ന ഡാറ്റ ഒരിക്കലും നശിക്കുന്നില്ല. കാരണം അതിന് ശരീരവുമായിട്ട് യാതൊരു ബന്ധമില്ല, പ്രാണനുമായിട്ടാണ് ബന്ധം. പ്രാണൻ വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ശരീരം കമ്പ്യൂട്ടർ പോകുന്ന പോലെ കേടുവന്നു. പക്ഷേ ആ ഡാറ്റകൾ അങ്ങനെ തന്നെ നിലനിന്ന് അത് അടുത്ത ശരീരത്തിലേക്ക്, വേറെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും.
ഈ ഡാറ്റ, മനസ്സാകുന്ന ഈ ഡാറ്റ, ബോധചിന്തകൾ, ആ ബോധചിന്തകൾ അതാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതം, അതിലാണ് നമ്മുടെ ജീവിതം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാം. യു വിൽ ബി ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ്. അതാണ് സത്യം. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നശിപ്പിക്കാനും പറ്റില്ല, നശിക്കാനും പറ്റില്ല. നശിക്കില്ല എന്ന് നമ്മൾ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അനുവദിച്ചാൽ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ദുർബലമാക്കിയാൽ നശിക്കില്ല, പക്ഷെ നശിച്ച പോലെ തോന്നും. നിങ്ങൾക്ക് വേറൊരാളെ നശിപ്പിക്കാൻ സാധ്യമല്ല. കാരണം അവരുടെയും മനസ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ, അവരുടെ മനസ്സിനെ അവർക്ക് ഉയർത്താൻ പറ്റിയാൽ അവരെയും നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല. ഇനി വേറൊരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, സ്ഥൂലാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ശരീരം നശിച്ചാലും ഈ മനസ്സ് നശിക്കുന്നില്ല. നിങ്ങളൊരു കമ്പ്യൂട്ടറിനെ നിങ്ങൾ വെട്ടി നശിപ്പിച്ചാലും ഡാറ്റ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ, മൊബൈൽ താഴെ വീണിട്ട് നിങ്ങൾക്ക് അതിലെ ഡാറ്റ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഞാൻ ഒന്നുകൂടി പറയാം, ക്ലൗഡ് അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ ഒരു സാധനവും നഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ക്ലൗഡ് അക്കൗണ്ടുള്ള ഒരാളാണ്. എൻ്റെ ഡാറ്റകളൊക്കെ ക്ലൗഡിലുണ്ട്. എനിക്കറിയാം എൻ്റെ മൊബൈൽ ഒരിക്കൽ വീണിട്ട് ഒന്നും നഷ്ടപ്പെട്ടില്ല. എവറിത്തിങ് ഐ കുഡ് റിക്കവർ. കാരണം ക്ലൗഡ് അക്കൗണ്ടിൽ എല്ലാം കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും മനസ്സിലുള്ള ഡാറ്റ ഒരിക്കലും നശിക്കില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? നിങ്ങളാരാണ്? നിങ്ങൾ ബോധ മനസ്സാണ്. നിങ്ങൾ ശരീരമാണെന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് മരണമുണ്ട്, നിങ്ങൾക്ക് നാശമുണ്ട്. നിങ്ങൾ ബോധ മനസ്സാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വന്ദേ മാതരം, രാം രാം, ഒരു മരണത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ ജീവിച്ച് മഹാന്മാരുടെ പുണ്യഭൂമിയാണ് ഈ ഭാരതം. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. നിങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇത്തരം മഹാന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കും മനസ്സിനെ ഉണർത്താം. നമുക്കും പ്രതിസന്ധികളെ തരണം ചെയ്യാം. എനിക്ക് ഈ തീവ്രവാദികളോടൊക്കെ പറയാനുള്ളത്, ആരെയും നശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും നശിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റുന്ന ഈ കമ്പ്യൂട്ടറിനെ നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. ഡാറ്റ നശിപ്പിക്കാൻ സാധ്യമല്ല. ആ ഡാറ്റ വീണ്ടും അതിനെന്ത് സംഭവിക്കും? അത് വീണ്ടും മറ്റൊരു കമ്പ്യൂട്ടറിലൂടെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് പോലെ. നിങ്ങൾ അടുത്ത കാലത്തൊക്കെ കണ്ടില്ലേ, കുറ്റകൃത്യം ചെയ്ത പല ആൾക്കാരുടെയും മൊബൈലുള്ള ഡാറ്റ അവർ നശിപ്പിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ, CBIയും അതുപോലുള്ളവരും അത് റിക്കവർ ചെയ്തു. അതൊന്നും നശിക്കുന്നില്ല. ഇതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മുടെ മനസ്സ് നശിക്കുന്നില്ല. ബോധ മനസ്സിനെ നശിപ്പിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഉയർത്താം. അപ്പോൾ പിന്നെ ഈ ബോധ മനസ്സ് നശിക്കുന്നില്ല എന്ന് പറഞ്ഞു, അത് വീണ്ടും ജനിക്കുകയൊക്കെ ചെയ്യൂ. പലരും പറയണു അത് ജനിക്കുന്നൊക്കെ, പുനർജന്മം എന്നൊക്കെ പറയണം. ശരിയാണോ? കൂടുതൽ പഠിക്കണം, അറിയണം. ഏതായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ നമുക്കതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക്